പവിത്രത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വർഗീസ് അവരെ ഒരു ചെറിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വിക്രം അകത്ത് കയറി അനിയൻകുട്ടനെ കട്ടിലിരുത്തി. തിരിച്ചു പോരാൻ നേരം അനിയൻകുട്ടൻ വിക്രമിന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. വിക്രം അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി ആരും നമ്മളെ അന്വേഷിച്ചു വരില്ല, ധൈര്യമായിട്ടിരിക്കെ, ഒന്നും പേടിക്കണ്ട. ഇത് കണ്ട് വർഗീസ് പറഞ്ഞു, മൈക്കിൾ അച്ഛന്റെ സുഹൃത്ത് ഒരു ഡോക്ടർ പണിക്കറുണ്ട്. ജനറൽ ഫിസിഷ്യൻ ആണെങ്കിലും സൈക്കോളജിയിൽ വലിയ ആളാ. റൂട്ടീൻ ചെക്കപ്പിന് അച്ഛനെ കാണാൻ വരും. അപ്പോ നമുക്ക് കാണിക്കാം. എന്തെങ്കിലും ഒരു പണി കിട്ടോ? വിക്രം ചോദിക്കുകയാണ്. കാര്യങ്ങളെക്കുറിച്ച് ചെറിയൊരു സൂചന സജീവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ആളുകളുമായിട്ട് അധികം ഇടപഴകാത്ത എന്തെങ്കിലും ജോലി നോക്കാം, വർഗീസ് പറഞ്ഞു. അങ്ങനെ അവരെ അവിടെ ആക്കിയിട്ട് വർഗീസ് പോവുകയാണ്. വിശ്വത്തിന് ഒരു കോൾ വരികയാണ്. CI ആയിരുന്നു അത്. അച്ഛനോടും അമ്മയോടും നാളെ സ്റ്റേഷനിൽ വന്ന് ഹാജരാകണമെന്ന് പറയാൻ CI പറഞ്ഞു. മാഷ് എന്തോ കാര്യമായി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വം മാഷിനോട് നാളെ അമ്മയെയും കൂട്ടി സ്റ്റേഷനിൽ ചെല്ലണമെന്ന് CI പറഞ്ഞ കാര്യം പറയുകയാണ്. അവിടെ ചെന്നാലേ കാര്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തൂ എന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് പറഞ്ഞതെന്ന് വിശ്വം പറഞ്ഞു. വൈകിയാൽ അവർ ഇങ്ങോട്ട് കയറി വരും. പിന്നെ എല്ലാവരെയും കൊണ്ടാവും പോവുക. നീ റെഡിയാകുക കമല, നമുക്ക് പോയിട്ട് വരാം, മാഷ് കമലയോട് പറഞ്ഞു. എന്ത് ചെയ്യുമെന്നോർത്ത് ടെൻഷൻ അടിച്ചു നിന്ന വിശ്വത്തിനോട് ശ്രീജ പറഞ്ഞു, വരുണിനെ കൊന്നത് വിക്രമാണെന്ന തെറ്റിദ്ധാരണ ഇപ്പോൾ വാസവനില്ലെന്നാണ് ദീപ്തി പറഞ്ഞത്. ഇത് കേട്ട് വിശ്വം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും സ്റ്റേഷനിലെത്തുമ്പോഴേക്കും വാസവനോട് ഒന്ന് വിളിച്ചു പറയാൻ ദീപ്തിയോട് പറയാൻ വിശ്വം ശ്രീജയോട് പറയുകയാണ്. മാഷും കമലയും സ്റ്റേഷനിലെത്തി. വിക്രമിന്റെ വിവരമെന്താണ്? അവന്റെ സ്വഭാവം വെച്ച് അവൻ നിങ്ങൾ വിളിക്കാതിരിക്കില്ലല്ലോ. അവസാനമായി വിക്രം എപ്പോഴാണ് വിളിച്ചത്? CI ചോദിച്ചു. വിക്രം വിളിച്ചിട്ടില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നും മാഷ് പറഞ്ഞു. നിങ്ങൾക്ക് അവൻ എവിടെയാണെന്ന് നന്നായിട്ടറിയാം. അവൻ നിങ്ങളെ കാണാൻ വരാറുമുണ്ട്. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ മുഖം മറച്ച ഒരാൾ രാത്രിയിൽ നിങ്ങൾ കിടക്കുന്ന മുറിയുടെ വാതിൽക്കലെത്തി. ആ മുറി CCTV ക്യാമറയുടെ പരിധിക്ക് പുറത്തായതിനാൽ അകത്തേക്ക് കടക്കുന്നത് ഞങ്ങൾ കണ്ടില്ല. കണ്ടിരുന്നുവെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന്റെ രീതി ഇങ്ങനെയാകുമായിരുന്നില്ല. അന്ന് അവിടെ വന്നത് വിക്രമായിരുന്നില്ലേ? CI ചോദിച്ചു. വിക്രം അവിടെ വന്നിട്ടില്ല, മാഷ് പറഞ്ഞു. CI ഉടനെ ഒരു ലേഡി സ്റ്റാഫിനെ വിളിച്ച് കമലയെ ചോദ്യം ചെയ്യാനായി അകത്തേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. ഒരുപാട് അസുഖമുള്ള ആളാണ്, ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്, മാഷ് പറഞ്ഞു. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാർ ആശുപത്രിയുണ്ട്, ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തോളാം, CI പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് പോകാനൊരുങ്ങിയ CIയുടെ കയ്യിൽ കയറി പിടിച്ച് മാഷ് അപേക്ഷിക്കുകയാണ്. പോലീസിന്റെ കയ്യിൽ കയറി പിടിക്കുന്നോടാ എന്ന് ചോദിച്ച് മാഷിന്റെ കൈ CI തട്ടിമാറ്റി. ഇത് കണ്ട് കമല പറഞ്ഞു, അറിയാവുന്നതല്ലേ പറയാൻ പറ്റുകയുള്ളൂ, ഇല്ലാത്തതൊന്നും പറയിക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ് കമല അവരുടെ കൂടെ പോവുകയാണ്. മാഷ് അവിടെ തളർന്നിരുന്നു. ചോദ്യവും ഉത്തരവും നിങ്ങൾക്കറിയാമല്ലോ മാഡം, പിന്നെ ഞാൻ എന്ത് പറയാനാ? എന്നെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയിപ്പിക്കാം എന്ന് കരുതണ്ട. മാഷ് പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരം എനിക്ക് വേറെ പറയാനില്ല. വിക്രം എന്നെ കാണാൻ വന്നിട്ടില്ല, കമല പറഞ്ഞു. അപ്പോഴേക്കും വാസവൻ അവിടെ എത്തുകയാണ്. മാഷിനെയും വൈഫിനെയും ഇവിടെ എത്തിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ, വാസവൻ മാഷിനോട് പറഞ്ഞു. എന്നിട്ട് ഉടനെ CIയെ വിളിപ്പിച്ച് കമലയെയും മാഷിനെയും വിട്ടയക്കാൻ വാസവൻ പറയുകയാണ്. എന്റെ മകന്റെ മരണത്തിൽ വിക്രമിനെ ഇപ്പോൾ എനിക്ക് സംശയമില്ല. ആ പരാതി ഞാൻ പിൻവലിക്കുകയാണ്. അതിന്റെ പേരിൽ ഇനി ഇവരെ വിളിച്ച് ഉപദ്രവിക്കരുത്. അങ്ങനെ മാഷ് കമലയെയും കൂട്ടി പോവുകയാണ്. അപ്പോ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.